ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്താണെന്നും ഞാൻ എന്തൊക്കെയാണ് ഒരു മോർണിംഗിൽ പഠിക്കുന്നത് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ മോർണിംഗിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഞാൻ ആദ്യം തന്നെ ഒരു ജേർണൽ റൈറ്റിംഗ് എൻ്റെ ഹാബിറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ഫ്രഷ് ആയിട്ട് വന്ന് ഒരു 4 മണി ആകുമ്പോഴായിരിക്കും ഞാൻ എണീക്കുന്നത്. ആ ഒരു 4 മണി ആകുമ്പോഴേക്കും ഫ്രഷ് ആയിട്ട് വന്നിരുന്ന് ആദ്യമേ ജേർണൽ എഴുതും. ജേർണൽ എഴുതിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് എഡിറ്റോറിയൽ റീഡ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നത്. എഡിറ്റോറിയൽ ഞാനൊരു ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡെയിലി എഡിറ്റോറിയൽസ് കിട്ടും ഫ്രീ ആയിട്ട്. സോ അതിൽ നിന്നും എഡിറ്റോറിയൽസ് വായിച്ചിട്ട് ജസ്റ്റ് ഒരു 1-2 തവണയൊക്കെ വായിക്കും. അതിൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സും താഴെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലെ എണീച്ച് ഉടനെ ഒരു റീസണിങ്ങോ ക്വാൺസോ ഒക്കെ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ വീഡിയോ ക്ലാസ്സസ് ഒക്കെ കണ്ടാൽ ഉറക്കം വരും. അതുകൊണ്ട് ആദ്യം സെൽഫ് റീഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള എഡിറ്റോറിയലോ അല്ലെങ്കിൽ കറണ്ട് അഫെയർസോ അതല്ല എങ്കിൽ സ്റ്റോറി ബുക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ ആദ്യം ചെയ്യുന്നത്. അതല്ല എങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ നോക്കിയിരിക്കുമ്പോൾ തന്നെ രാവിലെ ആയതുകൊണ്ട് ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് മൈൻഡ് ഫ്രഷ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് എടുക്കുന്നത് റീസണിംഗ് ആണ്. തലേന്ന് ഞാൻ മെയിൻസും ക്വാൺസിൻ്റെ പ്രിലിംസും നോക്കിയത് കൊണ്ട് ഇന്ന് ഞാൻ റീസണിംഗ് ആണ് എടുക്കുന്നത്. റീസണിങ്ങിൽ ആർട്ട് ഓഫ് റീസണിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സാർ നന്നായിട്ട് പഠിപ്പിക്കും എന്ന് പലരും പറഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് SBI PO മെയിൻസിൻ്റെ റീസണിംഗ് വീഡിയോ ആ സാറിൻ്റെ ഞാൻ ഇന്ന് അറ്റംപ്റ്റ് ചെയ്തു. 1 ഹവറുള്ളൊരു വീഡിയോ ആയിരുന്നു. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. പറ്റത്തില്ലാത്തത് സാറിൻ്റെ എക്സ്പ്ലനേഷൻസ് കണ്ടു. ഹിന്ദി ആണെങ്കിൽ പോലും മനസ്സിലാവാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ആൻഡ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഒരു പസിലും അതുപോലെ തന്നെ കോഡിങ്, ദെൻ കോഡഡ് ഇനീക്വാളിറ്റീസ് അങ്ങനെയുള്ള കുറച്ച് സെറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അത് മൊത്തം ഞാനൊന്ന് ചെയ്തു നോക്കി. ആദ്യം സാറ് ചെയ്യുന്നത് കണ്ട് നോക്കി. ദെൻ അത് കഴിഞ്ഞിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് എടുത്ത് ഒന്ന് ചെയ്തു നോക്കി. ഇങ്ങനെ ക്വാൺസും റീസണിങ്ങും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യുന്നത് ഇതുപോലെ ടൈം വളരെ കുറവുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു ഐഡിയ ആണ്. രണ്ടും കൂടെ ഒരു ദിവസം തന്നെ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ സമയം കുറവാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ദിവസം ഇംഗ്ലീഷ് ക്വാൺസ് കറണ്ട് അഫെയർസ്, അടുത്ത ദിവസം ഇംഗ്ലീഷ് റീസണിങ് കറണ്ട് അഫെയർസ്, അങ്ങനെയാണ് എൻ്റെ ഷെഡ്യൂൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മെയിൻസിൻ്റെ റീസണിങ് ചെയ്തതിന് ശേഷം ദെൻ അതൊന്നുകൂടെ ചെയ്യാൻ കുറച്ചൊക്കെ ടൈം കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ടയേർഡാവും. അപ്പോൾ ആ ഒരു ടൈമിലത്തേക്ക് ഞാൻ കറണ്ട് അഫെയർസ് ആണ് നോക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത്രയും സമയമേ രാവിലെ കിട്ടുകയുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും ഉച്ചയ്ക്ക് ഇതുപോലെ ഒരു മെയിൻസിൻ്റെ മോക്കോ അതല്ല എങ്കിൽ ഒരു പ്രിലിംസിൻ്റെ മോക്കോ ചെയ്യും. ദെൻ അതും പ്രിലിംസിൻ്റെ മോക്ക് അനാലിസിസ് ചെയ്യും. ബട്ട് മെയിൻസിൻ്റെ മോക്ക് ഞാൻ ഇന്ന് അനാലിസിസ് ചെയ്യത്തില്ല. കാരണം മെയിൻസ് ആകുമ്പോൾ അത് ചെയ്യാൻ കുറച്ച് സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് അത് അടുത്ത ദിവസത്തേക്കായിരിക്കും വെക്കുന്നത്. ഇങ്ങനെ നിങ്ങളും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എത്ര സമയമില്ലാത്തവർക്കാണെങ്കിലും പഠിക്കുന്ന ടൈമിൽ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. കാരണം ഒരു ക്വാൺസ് തന്നെ നോക്കി പിന്നെ റീസണിങ് നോക്കി അങ്ങനെ സമയം ഇല്ലാത്തവർ, അതായത് ഫുൾ ടൈം സ്റ്റുഡൻസ് ആണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ടൈം കളയുമ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ആയി പോകും. നമ്മൾ എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഫോക്കസ് കൊടുക്കണം. ഇച്ചിരി പുവറായിട്ട് നിൽക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. സ്ട്രോങ് ആയിട്ടിരിക്കുന്നതിന് എക്സ്ട്രാ സ്ട്രോങ് ആക്കാൻ നോക്കണം. ദെൻ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്തത് കറണ്ട് അഫെയർസ് ആണ്. ജൂൺ ഫസ്റ്റ് വീക്ക് കറണ്ട് അഫെയർസ് ആണ് ചെയ്തത്. ജസ്റ്റ് തലേന്ന് ഞാൻ ഈ ഒരു ഏരിയ പഠിച്ചതായിരുന്നു. സോ അത് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു പേപ്പറിലോട്ട് സ്ക്രിബിൾ ചെയ്യുമായിരുന്നു ചെയ്തത്. ഞാൻ അഫെയർസ് ക്ലൗഡിൻ്റെ കറണ്ട് അഫെയർസ് ആണ് ഫോളോ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിട്ട് തോന്നിയത് അഫെയർസ് ക്ലൗഡാണ്. ബാക്കി സ്മാർട്ട് കീഡ, സ്റ്റഡി IQ അങ്ങനെ വേരിയസ് സോഴ്സസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. എന്നിരുന്നാൽ പോലും അഫെയർസ് ക്ലൗഡാണ് കുറച്ചുകൂടി ലാംഗ്വേജ് വൈസ് ആണെങ്കിലും മനസ്സിലാക്കാൻ എളുപ്പം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എന്നാലും
ഞാൻ ഫോളോ ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡാണ്. ദെൻ അതല്ലാണ്ട് ക്വിസസ് ഒക്കെ വേറെ പല സോഴ്സസിൽ നിന്ന് നമുക്ക് ചെയ്യാം. ബട്ട് ഏത് ന്യൂസ് ആയതുകൊണ്ട് തന്നെ എല്ലാ സോഴ്സിലും പറയുന്നത് സെയിം കണ്ടൻറ്റ് തന്നെയായിരിക്കും. ബട്ട് ആ ഒരു പറയുന്ന രീതി മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബുക്ക് എടുത്തത് 11 മണി ആയപ്പോഴാണ്. ഓക്കെ, ആ സമയത്ത് ഞാൻ പ്രിലിംസിൻ്റെ ഒരു റീസണിങ്ങിൻ്റെ മോക്ക് ചെയ്തു. അത് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് അത് അനാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞ് മെയിൻസിൻ്റെ ഒരു റീസണിങ്ങിൻ്റെ ഫുൾ സെക്ഷണൽ മോക്സും എടുത്തു. ഗൈഡ്ലിയിൽ നിന്നായിരുന്നു മോക്ക് എടുത്തത്. ഞാൻ ഗൈഡ്ലിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ അതിലെ മോക്സൊക്കെ അത്യാവശ്യം എക്സാം റെലവൻ്റ് ആയിട്ടുള്ള മോക്സാണ്. വളരെ അഫോർഡബിൾ റേറ്റിൽ നമ്മൾക്ക് അവൈലബിളും ആണ്. ആൻഡ് ഞാൻ ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ് ഉച്ചവരെയുള്ള സമയത്ത് ഞാൻ ചെയ്തത്. എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലർക്ക് 1 ഇയർ കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു, ചിലർക്ക് 6 മന്ത്സ് കൊണ്ട് പറ്റുന്നു, ചിലർക്കൊരു മോർ ദാൻ 2 ഇയേഴ്സ് എടുക്കുന്നു. ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട്. മെയിനായിട്ടുള്ള കാരണം, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കത്തിന് ടൈമും വളരെയധികം എടുക്കുന്നതായിരിക്കും. സോ ഏതൊരു കാര്യം ഇന്ന് അതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി അതിനെ ഉപേക്ഷിക്കരുത്. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിന് പുറകെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഒറ്റ ദിവസം കൊണ്ടൊരു ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായില്ലെങ്കിൽ പോലും ഓരോ ദിവസം വെച്ച് നമ്മൾക്ക് ഒരു കുഞ്ഞ് പെർസെൻറ്റേജ് ഇമ്പ്രൂവ്മെൻ്റ് എങ്കിലും ആ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. സോ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുത്താതെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം സ്റ്റഡീസിന് വേണ്ടിയിട്ട്. എല്ലാ ഡേയിലും ചെയ്തെങ്കിൽ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ദെൻ എന്നാൽ മാത്രം എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എന്നാൽ മാത്രമേ ഉള്ളൂ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുൻപോട്ട് പോകാനും പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ വിളിക്കാൻ പോവും. പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ പഠിത്തമൊക്കെ കണക്കാണ്. സോ അത്രയുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.